Hello, welcome back to Teachers World. Teachers World-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. Okay, here I am going to take a new chapter for you. Its name is A Day in the Country. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് A Day in the Country എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. It is written by Anton Pavlovich Chekhov. ഇത് എഴുതിയിട്ടുള്ളത് ആന്റോൺ പവ്ലോവിച്ച് ചെക്കോവ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ആൻഡ് he was a Russian physician and a short story writer. അദ്ദേഹം ഒരു റഷ്യൻ ഫിസിഷ്യനും അതുപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്നു. ഓക്കെ, ലെറ്റ് us മൂവ് ഓൺ ടു ദ ചാപ്റ്റർ എ ഡേ ഇൻ ദ കൺട്രി. നാട്ടിൻപുറത്തെ ഒരു ദിനം. ബിറ്റ്വീൻ 8 and 9 o'clock in the morning, രാവിലെ 8നും 9നും ഇടയിലുള്ള സമയം, a dark leaden colored mass is creeping over the sky towards the sun. കറുത്ത നിറത്തിലുള്ള ഒരു വലിയ വസ്തു ആകാശത്തിന് മുകളിലൂടെ സൂര്യന് നേർക്ക് നീങ്ങുകയാണ്. There is a sound of far away rumbling. അങ്ങ് അകലെ നിന്ന് ഒരു മുഴക്കം കേൾക്കാം. A warm wind frolics over the grass, bends the trees and stirs up the dust. ചൂടുള്ള ഒരു കാറ്റ് പുല്ലുകൾക്ക് മുകളിലൂടെ വീശി അത് മരങ്ങളെ വളച്ച് പൊടിയിളക്കി കടന്നുപോയി. Here, frolics means കുസൃതി എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ് വരുന്നത്. ആക്ച്വലി ഇവിടെ വിൻഡ് ഫ്രോളിക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് കുസൃതി കാറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In a minute, there will be rain and a real storm will begin. ഒരു മിനിറ്റിനുള്ളിൽ ശക്തമായ മഴയും കാറ്റും തുടങ്ങും. Fyokla, a little girl of 6, is running through the village looking for Cheranti the cobbler. Fyokla എന്ന 6 വയസ്സുകാരി ചെറന്റി എന്ന ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ച് ഗ്രാമത്തിലൂടെ ഓടുകയാണ്. Here, cobbler means ചെരുപ്പ് കുത്തി. The white-haired, barefoot child is pale. Her eyes are wide open. Her lips are trembling. വെളുത്ത നിറമുള്ള നഗ്നപാതയായ അവൾ വിളറിയാണിരിക്കുന്നത്. അതായത് അവൾ ചെരുപ്പൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അങ്കിൾ, where is Cheranti? She asks everyone she meets. അങ്കിൾ, ചെറന്റി എവിടെയാണ്? വഴിയിൽ കാണുന്ന എല്ലാവരോടും അവൾ ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. No one answers എന്ന ആരും തന്നെ അവൾക്ക് ഉത്തരം നൽകുന്നില്ല. They are all preoccupied with the approaching storm and take refuge in their huts. ഉടൻ പെയ്യാൻ പോകുന്ന മഴയെക്കുറിച്ചോർത്ത് അവരെല്ലാം അവരുടെ കുടിലിൽ എത്തിപ്പെടാൻ ധൃതി കൂട്ടുകയാണ്. At last she meets Cheranti's bosom friend. അവസാനം അവൾ ചെറന്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കണ്ടുമുട്ടി. Uncle, where is Cheranti? അങ്കിൾ, ചെറന്റി എവിടെയാണ്? At the kitchen gardens, answers he. അടുക്കളത്തോട്ടത്തിൽ, അദ്ദേഹം മറുപടി പറഞ്ഞു. The girl runs behind the huts to the kitchen gardens and there finds Cheranti. കുടിലുകൾക്ക് പിറകിലൂടെ അവൾ ഓടി അടുക്കളത്തോട്ടത്തിൽ നിൽക്കുന്ന ചെറന്തിയെ കണ്ടെത്തി. The tall old man with a thin, pock-marked face, very long legs and bare feet, dressed in a woman's tattered jacket. അദ്ദേഹം നല്ല ഉയരമുള്ള പ്രായമായ മനുഷ്യനായിരുന്നു. മുഖത്ത് മുറിവുണങ്ങിയ പാടുകളുണ്ടായിരുന്നു. നീണ്ട കാലുകളുള്ള നഗ്നപാതനായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ ഉപയോഗിക്കുന്നതും കീറിപ്പറഞ്ഞതുമായ ഒരു ജാക്കറ്റാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റാൻഡിങ് നിയർ ദ വെജിറ്റബിൾ പ്ലോട്ട്സ്, ലുക്കിംഗ് വിത്ത് ഡ്രൗസി ഐസ് അറ്റ് ദ ഡാർക്ക് സ്റ്റോം ക്ലൗഡ്. മഴക്കാർ നോക്കി ഉറക്കം തൂങ്ങുന്ന കണ്ണുകളോടെയായിരുന്നു അദ്ദേഹത്തിന്റെ നിൽപ്പ്. ഓൺ ഹിസ് ലോങ് ക്രെയിൻ ലൈക്ക് ലെഗ്സ് ഹി സ്വേസ് ഇൻ ദ വിൻഡ്. കൊറ്റികളുടേതുപോലെ നീളമുള്ള അദ്ദേഹത്തിന്റെ കാലുകൾ ശക്തമായ കാറ്റ് വീശുമ്പോൾ ഇളകിയാടുന്നുണ്ടായിരുന്നു. അങ്കിൾ ടെറന്റി, the white-headed girl addresses him. Uncle, darling. അങ്കിൾ ടെറന്റി, വെള്ളമുടിക്കാരി പെൺകുട്ടി അദ്ദേഹത്തെ സംബോധന ചെയ്യുകയാണ്. എൻ്റെ പൊന്നങ്കിളെ. ടെറന്റി bends down to Fyokla and his green face is overspread with a smile. ടെറന്റി കുനിഞ്ഞ് ഫ്യോക്ലയെ നോക്കി. അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ മുഖത്ത് ഒരു ചിരി പടർന്നു. Such as come into people's faces when they look at something little, foolish and absurd but warmly loved. തീരെ ചെറുതോ വിഡിത്തം നിറഞ്ഞതോ അതുപോലെ തന്നെ അബദ്ധമായതോ എന്നിരുന്നാലും ഏറെ പ്രിയപ്പെട്ടതോ ആയ എന്തെങ്കിലും കാണുമ്പോഴുള്ള ചിരിയായിരുന്നു അത്. ആ ഫ്യോക്ല, he says, lisping tenderly, where have you come from? ആ ഫ്യോക്ല, നീ എവിടെ നിന്നാണ് വരുന്നത്? സ്നേഹത്തോടെ കൊഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. Uncle Cheranti, says Fyokla with a sob, brother Danilka has had an accident. Come along. അങ്കിൾ ടെറന്റി, അവൾ ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്. ഹിയർ സോബ് മീൻസ് ഏങ്ങലടിക്കുക. ബ്രദർ ഡാനിൽക്ക ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, ഒന്ന് വേഗം വാ. വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്? എന്ത് അപകടം? ഓ, വാട്ട് തണ്ടർ? ഓ, എന്തൊരു ഇടിമുഴക്കമാണിത്. ഹോളി ഹോളി ഹോളി. വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്? ദൈവമേ,
എന്തപകടമാണ് പറ്റിയത്? In the count's corpse, Danielka stuck his hand into a hole in a tree and he can't get it out. പ്രഭുവിൻ്റെ കുറ്റിക്കാട്ടിൽ ഡാനിൽക്കയുടെ കൈ ഒരു മരപ്പൊത്തിൽ തിങ്ങിയിരിക്കുകയാണ്. അവന് കൈ വലിച്ചൂരാൻ സാധിക്കുന്നില്ല. Here, count means പ്രഭു, then corpse means കുറ്റിക്കാട്. Come along, uncle. Do be kind and pull his hand out. ദയവായി വേഗം വന്ന് അവൻ്റെ കൈ വലിച്ചെടുക്കാൻ സഹായിക്കേ അങ്കിൾ. How was it he put his hand in? What for? അവൻ എങ്ങനെയാണ് കൈയിട്ടത്? എന്തിനാണ് അങ്ങനെ ചെയ്തത്? He wanted to get a cuckoo's egg out of the hole for me. എനിക്ക് വേണ്ടി ഒരു കുയിലിൻ്റെ മുട്ട എടുത്തതാണ്. The day has hardly begun and already you are in trouble. Charanti shook his head. നേരം വെളുത്തതേയുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കഴിഞ്ഞു. ചെറന്റി തല കുലുക്കി. Charanti comes out of the kitchen garden and begins striding down the village street. ചെറന്റി അടുക്കള തോട്ടത്തിൽ നിന്നിറങ്ങി ഗ്രാമപാതയിലൂടെ നടന്നു. He walks quickly without stopping or looking from side to side. ഇരുവശവും നോക്കാതെ അതിവേഗമാണ് ചെറന്റിയുടെ നടത്തം. Fiokla can hardly keep up with him. Fiokla ഒപ്പം നടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. The clouds have by now covered the sun. കാർമേഘങ്ങൾ സൂര്യനെ പൂർണ്ണമായും മറച്ചു കഴിഞ്ഞു. And soon afterwards there is not a speck of blue left in the sky. ആകാശനീലിമയുടെ അല്പം പോലും കാണാനില്ലാതെയായി. It grows dark. ഇരുട്ട് വ്യാപിക്കുകയാണ്. Holly, 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 whispers Fiokla hurrying after Charanti. ദൈവമേ, ചെറന്റിയുടെ പിന്നാലെ പായുന്ന ഫ്യോക്ല പിറുപിറുക്കുന്നുണ്ട്. The first raindrops, big and heavy, lie dark dots on the dusty road. ആദ്യത്തെ വലിയ മഴത്തുള്ളികൾ നിലത്ത് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ പൊടി പിടിച്ച വഴിയിൽ മഴത്തുള്ളികൾ വീണ് പാടുകൾ രൂപപ്പെടുന്നു. A big drop falls on Fiokla's cheek and glides like a tear down her chin. ഒരു വലിയ മഴത്തുള്ളി ഫ്യോക്ലയുടെ മുഖത്ത് വീണ് കണ്ണീർ കണക്കെ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. The rain has begun, mutters the cobbler. മഴ തുടങ്ങിയിട്ടുണ്ട്, ചെരുപ്പ് കുത്തി മന്ത്രിച്ചു. That's fine, Fiokla, little girl. അത് നല്ലതാണ് കുട്ടിയെ. The grass and the trees are fed by the rain as we are by bread. പുല്ലും മരങ്ങളും മഴ കൊണ്ടാണ് വളരുന്നത്, നമ്മൾ ബ്രെഡ് കഴിച്ച് വളരുന്നത് പോലെ. And as for the thunder, don't you be frightened, little girl. പിന്നെ നീ എന്തിനാണ് ഇടിമിന്നലിനെ പേടിക്കുന്നത് കുട്ടി? Why should it kill a little thing like you? നിന്നെ പോലുള്ള ഒരു ചെറുതിനെ അത് എന്തിന് അപായപ്പെടുത്തണം? As soon as the rain begins, the wind drops. മഴ ശക്തമായതോടെ കാറ്റ് ശമിച്ചു. The only sound is the patter of rain dropping like fine shot on the young rye and the parched road. ചെറിയ ധാന്യച്ചെടികളിലും വരണ്ടുണങ്ങിയ വഴിയിലും മഴ ശക്തമായി വന്ന് പതിക്കുന്ന ശബ്ദം മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. We shall get soaked, Fiokla, mutters Charanti. നമ്മൾ നനഞ്ഞു കുതിരും ഫ്യോക്ല, ചെറന്റി പറഞ്ഞു. There won't be a dry spot left on us. Ho ho, my girl. നനയാത്ത ഒരിടവും കാണില്ല. എന്തൊരു മഴയാ മോളെ ഇത്. But don't be frightened, silly. എങ്കിലും നീ ഭയപ്പെടേണ്ടതില്ല. The grass will be dry again, the earth will be dry again, and we shall be dry again. പുല്ലിലെ വെള്ളം തോർന്നുകൊള്ളും, ഭൂമിയും ഉണങ്ങും, നമ്മുടെ ശരീരവും ഉണങ്ങിക്കൊള്ളും. There is the same sun for us all. നമുക്കെല്ലാം ഉള്ളത് ഒരേ ഒരു സൂര്യനാണല്ലോ. A flash of lightning some 14 feet long gleams above their head. ഏതാണ്ട് 14 അടി നീളത്തിൽ അവരുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തിൽ മിന്നൽ പ്രത്യക്ഷപ്പെട്ടു. There is a loud peal of thunder. അതിശക്തമായ ഇടിമുഴക്കം അവർ കേട്ടു. And it seems to Fiokla that something big, heavy and round is rolling over the sky and tearing it open exactly over her head. എന്തോ വളരെ വലിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വസ്തു ആകാശത്തോടി ഉരുണ്ട് അവർ നിൽക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് ആകാശത്തെ കീറി മുറിക്കുന്നത് പോലെയാണ് ഫ്യോക്ലക്ക് തോന്നിയത്. ഹോളി 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 സേസ് ടെറന്റി. ദൈവമേ, ടെറന്റി പറഞ്ഞു. ഡോണ്ട് ബി അഫ്രൈഡ്, ലിറ്റിൽ ഗേൾ. നീ ഭയപ്പെടേണ്ടതില്ല മോളെ. ഇറ്റ് ഈസ് നോട്ട് ഫ്രം സ്പൈറ്റ് ദാറ്റ് ഇറ്റ് തണ്ടേഴ്സ്. ഇടിമുഴങ്ങുന്നത് നമ്മളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ടെറന്റീസ് ആൻഡ് ഫ്യോക്ലാസ് ഫീറ്റ് ആർ കവേർഡ് വിത്ത് ലംസ് ഓഫ് ഹെവി വെറ്റ് ക്ലേ. ടെറന്റിയുടെയും ഫ്യോക്ലയുടെയും കാൽപാദം കട്ടിയുള്ള ചെളി കൊണ്ട് മൂടി. ഇറ്റ് ഈസ് സ്ലിപ്പറി ആൻഡ് ഡിഫിക്കൽട്ട് ടു വാക്ക്, ബട്ട് ടെറന്റി സ്ട്രൈഡ്സ് ഓൺ മോർ ആൻഡ് മോർ റാപ്പിഡ്ലി. നടക്കുമ്പോൾ നല്ല വഴുവഴുപ്പുണ്ടായിരുന്നെങ്കിലും ടെറന്റി ആയിരുന്നു വേഗത്തിൽ നടന്നിരുന്നത്. ദ വീക്ക് ലിറ്റിൽ ഗേൾ ഈസ് ബ്രീത്ത്ലെസ് ആൻഡ് റെഡി ടു ഡ്രോപ്പ്. ഫ്യോക്ലയാകട്ടെ തളർന്ന് വീഴാൻ തുടങ്ങുന്ന അവസ്ഥയിലായിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ദേ ഗോ ഇൻ ടു ദ കൗണ്ട്സ് കോപ്സ്.
അവസാനം അവർ പ്രഭുവിന്റെ കുറ്റിക്കാട്ടിലെത്തി. ദ വാഷ് ട്രീസ് ടയർഡ് ബൈ എ ഗസ്റ്റ് ഓഫ് വിൻഡ് ഡ്രോപ്പ് എ പെർഫെക്റ്റ് വാട്ടർഫോൾ അപ്പോൺ ദം. മഴയിൽ കുതിർന്ന് കാറ്റത്ത് ഉലഞ്ഞു നിന്ന മരങ്ങളിൽ നിന്ന് അവരുടെ തലയിലേക്ക് വെള്ളച്ചാട്ടം കണക്കെയാണ് ഇലകളിലെ വെള്ളം പതിച്ചത്. ടെറൻറ്റി സ്റ്റംബിൾസ് ഓവർ സ്റ്റംപ്സ് ആൻഡ് ബിഗിൻസ് ടു സ്ലേക്കൻ ഹിസ് പേസ്. മരക്കുറ്റികളിൽ നിന്ന് മരക്കുറ്റിയിലേക്ക് തട്ടി വീഴാതെ ശ്രദ്ധിച്ചു നടക്കാൻ ശ്രമിക്കുന്ന ടെറൻറ്റി നടത്തത്തിന്റെ വേഗത കുറച്ചു. ഹിയർ പേസ് മീൻസ് നടത്തം. വർ അബൌട്ട് ഈസ് ഡാനിൽക്ക? ഹി ആസ്ക്ഡ്. ലീഡ് മീ ടു ഹിം. എവിടെയാണ് ഡാനിൽക്ക? എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഫ്യോക്ല ലീഡ്സ് ഹിം ഇൻ ടു എ തിക്കറ്റ്. ഫ്യോക്ല ടെറൻറ്റിയെ മരങ്ങൾ കൂടി നിൽക്കുന്ന ഒരിടത്തേക്ക് കൊണ്ടുപോയി. ആഫ്റ്റർ ഗോയിങ് എ ക്വാർട്ടർ ഓഫ് എ മൈൽ പോയിന്റ്സ് ടു ഡാനിൽക്ക. 4/1 മൈൽ നടന്നു കഴിഞ്ഞപ്പോൾ അവൾ ഡാനിൽക്ക നിൽക്കുന്നിടത്ത് എത്തി. ഹർ ബ്രദർ, എ ലിറ്റിൽ ഫെലോ ഓഫ് 8 വിത്ത് ഹെയർ ആസ് റെഡ് ആസ് ഓക്ക ആൻഡ് എ പേൽ സിക്ലി ഫേസ്, സ്റ്റാൻഡ്സ് ലീനിങ് എഗെയിൻസ്റ്റ് എ ട്രീ ആൻഡ് വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ് ലുക്കിംഗ് സൈഡ് വേസ് അറ്റ് ദ സ്കൈ. 8 വയസ്സുള്ള അവളുടെ ഇളയ സഹോദരൻ ഡാനിൽക്ക ഒരു മരത്തിൽ ചാരി തല ചെരിച്ച് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ മുടി ചുവന്നിരുന്നു. അവന്റെ മുഖം ക്ഷീണിച്ചു വിളറിയിരുന്നു. ഇൻ വൺ ഹാൻഡ് ഹി ഹോൾഡ്സ് ഹിസ് ഷാബി ഓൾഡ് ക്യാപ്, ദ അതർ ഈസ് ഹിഡൻ ഇൻ ആൻ ഓൾഡ് ലൈം ട്രീ. അവന്റെ ഒരു കൈയിൽ അഴുക്ക് പിടിച്ച തൊപ്പിയുണ്ടായിരുന്നു, മറ്റേ കൈ മരപ്പൊത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. The boy is gazing at the stormy sky and apparently not thinking of his trouble. കൊടുങ്കാറ്റ് വീശുന്ന ആകാശത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് താൻ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നത് പോലും മറന്നു നിൽക്കുകയാണ് അവൻ. Hearing footsteps and seeing the cobbler, he gives sickly smile and says. കാലടികളുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ചെരുപ്പ് കുത്തിയെ അവൻ കണ്ടു. അപ്പോൾ അവൻ പറയുകയാണ്, A terrible lot of thunder, Terenty. I have never heard so much thunder in all my life. ഇതുപോലെ ഭയാനകമായ ഒരു ഇടിമുഴക്കം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ടെറൻറ്റി. ആൻഡ് where is your hand? നിന്റെ കൈ എവിടെ? ഇൻ ദ ഹാൾ. പുൾ ഇറ്റ് ഔട്ട് പ്ലീസ് ടെറൻറ്റി. പൊത്തിനകത്താണ്. ദയവായി ഇതൊന്ന് വലിച്ചൂരി എടുത്തു തരൂ ടെറൻറ്റി. ദ വുഡ് ഹാഡ് ബ്രോക്കൺ അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഹാൾ ആൻഡ് ജാംഡ് ഡാനിൽക്കാസ് ഹാൻഡ്. മരപ്പൊത്തിന്റെ ഒരു അരികു പൊട്ടി കൈ അതിനുള്ളിൽ അമർന്നിരിക്കുകയായിരുന്നു. ഹി കുഡ് പുഷ് ഇറ്റ് ഫാദർ ഇൻ. അവന് കൈ ഉള്ളിലേക്ക് വീണ്ടും കടത്താം. ബട്ട് കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. എന്നാൽ പുറകോട്ട് വലിച്ചെടുക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു അത്. ടെറൻറ്റി സ്നാപ്സ് ഓഫ് ദ ബ്രോക്കൺ പീസ്. ടെറൻറ്റി മരപ്പൊത്തിലെ കീറിയ ഭാഗം വേർപ്പെടുത്തി. ആൻഡ് ദ ബോയ്സ് ഹാൻഡ് റെഡ് ആൻഡ് ക്രാഷ്ഡ് റിലേഴ്സ്ഡ്. അങ്ങനെ ഡാനിൽക്കയുടെ കൈ വലിച്ചൂരി. പൊത്തിൽ കുടുങ്ങിയതിനാൽ അവന്റെ കൈ ചുവന്നിരുന്നു. ഇറ്റ്സ് ടെറിബിൾ, ഹൗ ഇറ്റ്സ് തണ്ടറിങ്, ദ ബോയ് സേസ് അഗെയിൻ റബ്ബിംഗ് ഹിസ് ഹാൻഡ്. ഇത് എന്തൊരു ഇടിമുഴക്കമാണ്, കൈ തടവിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ ടെറൻറ്റി? ഇടിയുണ്ടാകുന്നത് എങ്ങനെയാണ് ടെറൻറ്റി? വൺ ക്ലൗഡ് റൺസ് എഗെയിൻസ്റ്റ് ദ അതർ ആൻസേഴ്സ് ദ കോബ്ലർ. ഒരു മേഘം മറ്റൊന്നിൽ ഉരസുമ്പോഴാണ് ഇടിമുഴക്കമുണ്ടാകുന്നത്, ചെരുപ്പ് കുത്തി മറുപടി പറഞ്ഞു. ദ പാർട്ടി കം ഔട്ട് ഓഫ് ദ കോപ്സ് ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജ് ഓഫ് ഇറ്റ് ടുവേർഡ്സ് ദ ഡാർക്കൻഡ് റോഡ്. അവർ ആ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു കടന്ന് ഇരുണ്ട വഴിയിലൂടെ നടന്നു. ദ തണ്ടർ ഗ്രാജുവലി എബേറ്റ്സ്. ഇടിമുഴക്കം സാവധാനം കുറഞ്ഞു. ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹിയർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. ഗ്രാമത്തിന്റെ അങ്ങകലെ എവിടെ നിന്നോ ചെറിയ ഇടിമുഴക്കം മാത്രമായി അത് ചുരുങ്ങി. The ducks flew by here the other day, Terenty, says Danilka, still rubbing his hand. Terenty, കഴിഞ്ഞ ദിവസം ഇതിലെ താറാവുകൾ പോയിരുന്നു. കൈ തിരുമ്മിക്കൊണ്ട് ഡാനിൽക്ക പറഞ്ഞു. ഫ്യോക്ല, would you like me to show you a nightingale's nest? ഫ്യോക്ല, ഞാൻ നിന്നെ ഒരു രാപ്പാടിയുടെ കൂട് കാണിക്കട്ടെ. Don't touch it, you might disturb them, says Terenty, wringing the water out of his cap. കൂട്ടിൽ തൊടരുത്, അത് അവർക്ക് ശല്യമാകും. തൊപ്പിയിലെ വെള്ളം പിഴിഞ്ഞുകൊണ്ട് ടെറൻറ്റി പറഞ്ഞു. The nightingale is a singing bird. രാപ്പാടി ഒരു പാട്ട് പാടുന്ന പക്ഷിയാണ്. He has had a voice given him in his throat to gladden the heart of man. മനുഷ്യരുടെ ഹൃദയത്തിന് ആഹ്ലാദം പകരാൻ ഉതകുന്ന ശബ്ദമാണ് അതിൻ്റെ തൊണ്ടയിലുള്ളത്. It's a sin to disturb him. അതിനെ ഉപദ്രവിക്കുന്നത് പാപമാണ്. A bright patch of blue appears in the sky. ആകാശത്ത് തെളിഞ്ഞ നീല നിറം പ്രത്യക്ഷമായി. And here are some bees, cries Danilka, pointing to the branch of a young oak tree. ഇതാ ഇവിടെ തേനീച്ചകൾ. ചെറിയ ഓക്ക് മരത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഡാനിൽക്ക പറഞ്ഞു. The drenched and chilled bees are huddled together on the branch. നനഞ്ഞു കുതിർന്ന തേനീച്ചകൾ ഒരു ശിഖരത്തിൽ മുട്ടിയിരുമിയിരിക്കുകയായിരുന്നു. There are so many of them that neither bark nor leaf can be seen. ഏറെ തേനീച്ചകൾ കൂടിയിരുന്നതിനാൽ മരത്തിന്റെ തണ്ടോ ഇലയോ കാണാൻ കഴിയാത്ത തരത്തിലായിരുന്നു അത്. Many of them are settled on one another. ഒന്നിനു മുകളിൽ ഒന്നായാണ് പലതിൻ്റെയും ഇരിപ്പ്.
That's a swarm of bees, Terenti informs them. അതാണ് തേനീച്ചക്കൂട്ടം. ടെറൻറ്റി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. They were flying look for a home and when the rain came down upon them they settled. ഒരു വീട് തേടി അവർ പറക്കുകയായിരുന്നു. എന്നാൽ മഴ വന്നപ്പോൾ അവർ അവിടെ ഇരുന്നതാണ്. If a swarm is flying, you need only sprinkle water on them to make them settle. തേനീച്ചക്കൂട്ടം പറക്കുന്നത് കണ്ട അവരുടെ നേർക്ക് വെള്ളം തെറിപ്പിച്ചാൽ മതി. അവർ ഉടനെ എവിടെയെങ്കിലും പറന്നിറങ്ങും. Now if say you wanted to take the swarm, you would bend the branch with them into a sack and shake it, and they all fall in. നിനക്ക് ഇവയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ശിഖരത്തോടെ ഒടിച്ചെടുത്ത് ഒരു ചാക്കിലേക്ക് കാണിച്ചു കുടഞ്ഞാൽ മതിയാകും. അവയെല്ലാം ചാക്കിൽ വീണുകൊള്ളും. Little Fiocla suddenly frowns and rubs her neck vigorously. കുഞ്ഞു ഫിയോക്ല ഉടനെ അവളുടെ കഴുത്ത് വേഗത്തിൽ തിരുമാൻ തുടങ്ങി. Her brother looks at her neck and sees a big swelling on it. അവളുടെ സഹോദരൻ ഫിയോക്ലയുടെ കഴുത്തിലേക്ക് നോക്കി. അവിടെ നന്നായി നീർ വെച്ചിട്ടുണ്ടായിരുന്നു. Hey, hey, laughs the cobbler. Do you know where you got that from, Fiocla, old girl? Hey, ചെരുപ്പുകുത്തി ചിരിക്കുകയാണ്. എങ്ങനെയാണ് നീർ വെച്ചതെന്ന് അറിയാമോ ഫിയോക്ല മോളെ? There are Spanish flies on some tree in the wood. ഇവിടെ ഏതോ മരത്തിൽ സ്പാനിഷ് ഈച്ചകളുണ്ട്. The rain has trickled off them and a drop has fallen on your neck. That's what has made the swelling. മഴത്തുള്ളികൾ അവരുടെ മേൽ പതിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ പതിച്ച ഒരു തുള്ളി നിന്റെ കഴുത്തിലും വീണു. അതാണ് നീര് വയ്ക്കാൻ കാരണം. The sun appears from behind the clouds and floods the wood, the fields and the three friends with its warm light. മേഘങ്ങൾക്കിടയിൽ നിന്ന് പൊന്തി വന്ന സൂര്യന്റെ പ്രകാശം മരങ്ങളിലും പറമ്പിലും മൂന്ന് സുഹൃത്തുക്കളുടെ ശരീരത്തിലും പടർന്നു. The dark menacing cloud has gone far away and taken the storm with it. നാശം പിടിച്ച കാർമേഘങ്ങൾ എങ്ങോ പോയി മറഞ്ഞു. അതിനോടൊപ്പം കൊടുങ്കാറ്റും പോയി. The air is warm and fragrant. അന്തരീക്ഷം ഇപ്പോൾ ഇളം ചൂടുള്ളതും സുഗന്ധപൂരിതവുമാണ്. That herb is given when your nose bleeds, says Terenti, pointing to a woolly looking flower. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ആ പച്ചമരുന്ന് ഉപയോഗിക്കാറുണ്ട്. രോമാവൃത്തമായ പൂക്കളുള്ള ഒരു ചെടി ചൂണ്ടിക്കാട്ടി ടെറൻറ്റി പറഞ്ഞു. It does good. നല്ല മരുന്നാണത്. They crossed the railway line. അവർ റെയിൽവേ ലൈൻ കടന്നു. And going down from the embankment, walked towards the river. എന്നിട്ട് അവർ പുഴയിലേക്ക് നടന്നു. They walked not with any object but just at random and talked all the way. Danielka asks questions. Terenti answers them. എന്തെങ്കിലും ലക്ഷ്യം വെച്ചുള്ള നടപ്പല്ല അവരുടേത്. വെറുതെ നടക്കുകയാണ് അവർ. ഡാനിൽക്ക ഇടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെറൻറ്റി അതിനെല്ലാം ഉത്തരവും പറയുന്നു. Terenti answers all his questions and there is no secret in nature which baffles him. ടെറൻറ്റിക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട്. അദ്ദേഹത്തെ കുഴപ്പിക്കുന്ന ഒരു രഹസ്യവും പ്രകൃതിയിൽ ഇല്ല. He knows everything. അദ്ദേഹത്തിന് എല്ലാം അറിയാം. Thus, for example, he knows the names of all the wild flowers, animals and stones. ഉദാഹരണത്തിന് കാട്ടുചെടികളുടെയും മൃഗങ്ങളുടെയും കല്ലുകളുടെയും ഒക്കെ പേര് അദ്ദേഹത്തിന് അറിയാം. He knows what herbs cure diseases. ഓരോ ചെടിയും ഏതേത് അസുഖത്തിന് നല്ലതാണെന്ന് പറയാൻ അദ്ദേഹത്തിനാകും. He has no difficulty in telling the age of a horse or a cow. പശുവിനെയോ കുതിരയെയോ കണ്ടാൽ അതിന്റെ പ്രായം പറയാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. Looking at the sunset, at the moon or the birds, he can tell what sort of weather it will be next day. സൂര്യാസ്തമയം, ചന്ദ്രൻ, പക്ഷികൾ ഇവയൊക്കെ നോക്കി പിറ്റേ ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയിരിക്കുന്നുവെന്ന് പ്രവചിക്കാൻ ടെറൻറ്റിക്കാകും. ആൻഡ് ഇൻഡീഡ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ടെറൻറ്റി ഹൂ ഇസ് സോ വൈസ്. വാസ്തവത്തിൽ ടെറൻറ്റി മാത്രമല്ല ഇക്കാര്യങ്ങളിൽ വിദഗ്ധൻ. Silandi Silich, the innkeeper, the market gardener, the shepherd and all the villagers generally speaking know as much as he does. സത്രം നടത്തിപ്പുകാരൻ, ചന്തയിലെ പൂന്തോട്ടക്കാരൻ, ആട്ടിടയൻ, പൊതുവായി പറഞ്ഞാൽ എല്ലാ ഗ്രാമീണർക്കും ടെറൻറ്റിയെ പോലെ എല്ലാ കാര്യങ്ങളും അറിയാം. These people have learned not from books. ഇതെല്ലാം അവർ പഠിച്ചെടുത്തത് പുസ്തകങ്ങളിൽ നിന്നല്ല. But in the fields, in the wood, on the river bank. തൊടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പുഴയോരങ്ങളിൽ നിന്നുമൊക്കെയായിരുന്നു അവർ ഇതെല്ലാം പഠിച്ചെടുത്തത്. Their teachers have been the birds themselves. When they sang to them, the sun when it left a glow of crimson behind it at setting, the very trees and wild herbs. പാടുന്ന പക്ഷികളും ചുവപ്പ് നിറം പടർത്തിക്കൊണ്ട് അസ്തമിക്കുന്ന സൂര്യനും മരങ്ങളും അതുപോലെ തന്നെ കാട്ടുചെടികളും ഇവരെല്ലാം ഗ്രാമീണരുടെ അധ്യാപകരാണ്.
The two of them, the cobbler and the boy, walk about the fields, talk unceasingly, and are not weary. ചെരുപ്പുകുത്തിയും ബാലനും നിർത്താതെ മടുപ്പ് തോന്നാതെ സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ്. They could wander about the world endlessly. മരങ്ങൾക്കിടയിലൂടെ എത്ര വേണമെങ്കിലും സംസാരിച്ചു കൊണ്ട് നടക്കാൻ അവർക്കാകും. They walk and in their talk of the beauty of the earth do not notice the frail little girl tripping after them. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വാ തോരാതെ വർണ്ണിച്ചു കൊണ്ട് നടക്കുന്നതിനിടയിൽ അവർക്ക് പിന്നിൽ വിഷമിച്ചു നടന്നു വരുന്ന പെൺകുട്ടിയെ അവർ ശ്രദ്ധിച്ചതേയില്ല. Towards midday, all three sit down on the river bank. ഉച്ചയോടെ അവർ മൂവരും പുഴക്കരയിൽ ഇരിക്കുകയാണ്. Danilka takes out of his bag a piece of bread, soaked and reduced to a mash, and they begin to eat. ഡാനിൽക്ക ബാഗ് തുറന്ന് റൊട്ടി എടുത്ത് കുതിർത്തു. അവരെല്ലാം അത് കഴിക്കാൻ തുടങ്ങുകയാണ്. Terenti says a prayer when he has eaten the bread, then stretches himself on the sandy bank and falls asleep. ടെറന്റി പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷമാണ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞ് കൈകൾ വിരിച്ചു മണൽ നിറഞ്ഞ പുഴയോരത്ത് കിടന്ന് ടെറന്റി ഉറങ്ങി. While he is asleep, the boy gazes at the water pondering. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ബാലൻ പുഴയിലെ വെള്ളം നോക്കിയിരിക്കുകയാണ്. He has many different things to think of. അവൻക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. He has just seen the storm, the bees, the ants. അവനിപ്പോൾ കൊടുങ്കാറ്റും തേനീച്ചകളും ഉറുമ്പുകളെയും ഒക്കെ കണ്ടതേയുള്ളൂ. Only towards the evening our wanderers return to the village. വൈകുന്നേരമായപ്പോൾ മാത്രമാണ് അവർ മൂവരും ഗ്രാമത്തിലേക്ക് തിരികെ പോയത്. The children go for the night to a deserted barn. കുട്ടികൾ ആളൊഴിഞ്ഞ പത്തായപ്പുരയിലേക്കാണ് നടന്നത്. Here barn means പത്തായപ്പുര. The boy does not sleep. ആ ബാലന് ഉറക്കം വന്നില്ല. He gazes into the darkness and it seems to him that he is seeing all that he has seen in the day, the storm clouds, the bright shine, the birds, the fish, lanky Terenti. അവൻ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി. പകൽ കണ്ട കാഴ്ചകൾ അവൻ്റെ കൺമുന്നിൽ വീണ്ടും തെളിയുന്നതുപോലെ അവന് തോന്നി. മഴമേഘങ്ങൾ, തെളിഞ്ഞ സൂര്യപ്രകാശം, പക്ഷികൾ, മീൻ, അതുപോലെ തന്നെ നീണ്ടുമെലിഞ്ഞ ടെറന്റി, അങ്ങനെ എല്ലാം. ഹിയർ ലാങ്കി മീൻസ് നീണ്ടുമെലിഞ്ഞ എന്നാണ് അതിൻ്റെ മീനിങ്. He longs to tell someone all that is haunting him now, but there is no one to tell. എല്ലാത്തിനെക്കുറിച്ചും ആരോടെങ്കിലും പറയണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷേ പറയാൻ അപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. Fyokla is too little and could not understand. ഫ്യോക്ല ഒരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞാൽ അവൾക്കൊന്നും മനസ്സിലാവുകയുമില്ല. I will tell Terenti tomorrow, thinks the boy. ഞാൻ നാളെ ടെറന്റിയോട് പറയും, ബാലൻ വിചാരിച്ചു. The children fall asleep thinking of the homeless cobbler. വീടില്ലാത്ത ചെരുപ്പുകുത്തിയെക്കുറിച്ചോർത്ത് അവർ ഉറങ്ങി. And in the night, Terenti comes to them and puts bread under their heads. രാത്രിയിൽ ടെറന്റി വന്ന് അവർ ഉറങ്ങുന്നതിന് സമീപം റൊട്ടി വെച്ചിട്ട് പോയി. And no one sees his love. എന്നാൽ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം അപ്പോൾ കണ്ടില്ല. It is seen only by the moon which floats in the sky and peeps caressingly through the holes in the wall of the deserted barn. എന്നാൽ ആകാശത്ത് ഒഴുകി നടക്കുന്ന ചന്ദ്രൻ മാത്രം ഒറ്റപ്പെട്ട ആ ധാന്യപുരയുടെ ഭിത്തിയിലെ വിടവുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി ആ കാഴ്ച കണ്ടു. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സ്റ്റോറി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ കിഡ്സ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് കുട്ടികൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ദയവ് ചെയ്ത് നിങ്ങളതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സോ ബൈ മൈ കിഡ്സ്.